ശരണ്യ മിസ് ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? എടാ, നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണല്ലേ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. നമ്മുടെ കെനെ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് പലർക്കും വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അല്ലെ കുറച്ച് നിങ്ങൾക്ക് തലപ്രാന്ത് ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്, ഒരു ഡെറിവേഷൻ ആണ് നമ്മുടെ കെനെ കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷൻ എന്ന് പറയുന്നത്. സോ ഇന്നതാ നമ്മൾ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആ ഇക്വേഷൻ കണ്ടെത്താൻ പോവാണ് സീറോ ഓർഡറിന്റെ കേസിൽ കേട്ടോ. ഓക്കെ, അപ്പൊ മക്കൾ റെഡി ആണ്? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞു തരാം, വളരെ ഈസി ആണ്. എടാ, എൻ്റെ കയ്യിൽ ഒരു റിയാക്ഷൻ ഉണ്ട്, നോക്കിക്കേ, റിയാക്റ്റൻസ് ഇതാ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ടൈം സീറോ ആകുമ്പോൾ, അതായത് തുടക്കത്തിൽ ഇനീഷ്യൽ സ്റ്റേജിൽ തുടക്കത്തിൽ എൻ്റെ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ എന്തായിട്ട് കൊടുക്കാം? തുടക്കത്തിൽ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ R0 ആണ്. ഇനി കുറച്ച് സമയത്തിന് ശേഷം, എടാ കുറച്ച് സമയം കഴിഞ്ഞു, അതിനുശേഷം റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ ഞാനിതാ RT എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. RT എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇതിന്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ മക്കളൊന്ന് എഴുതി നോക്കിക്കേ. റേറ്റ് ലോ എക്സ്പ്രഷൻ എന്തായിരിക്കും? റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. ഇനി സീറോ ഓർഡർ റിയാക്ഷനാ. സോ സീറോ ഓർഡർ ആണെങ്കിൽ പവർ എന്താ? പവർ സീറോ ആണ് അല്ലേ? ഇവിടെ വരുന്ന പവർ എന്തായിരിക്കും? സീറോ ആയിരിക്കും ആണല്ലോ. അപ്പൊ R⁻0 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. അപ്പൊ ഇറ്റ് ഈസ് ഈക്വൽ ടു K എന്ന് കിട്ടി. ക്ലിയർ? ഇനി അടുത്ത ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ 1 എന്ന് കൊടുത്തോ. ഓക്കെ, ഇനി അടുത്തത് മക്കളേതാ? റേറ്റ് ഈസ് ഈക്വൽ ടു വേറൊരു റേറ്റ് എക്സ്പ്രഷൻ കൂടെ നമുക്ക് എഴുതിക്കൂടെ? റിയാക്റ്റന്റിന്റെ ടേമിൽ നമുക്ക് എഴുതിക്കൂടെ? എഴുതാം. എങ്ങനെ എഴുതാടാ? -dR/dt അല്ലെ? റേറ്റ് ഈസ് ഈക്വൽ ടു -dR/dt. അതായത് നമ്മുടെ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരികയാണ്. സോ ഇറ്റ് ഈസ് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഡിവൈഡഡ് ബൈ അതിനെടുക്കുന്ന ടൈം ടേക്കൺ ആണ്. സോ -dR/dt. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ എക്സ്പ്രഷൻ. ക്ലിയർ? അപ്പൊ രണ്ടും റേറ്റ് അല്ലേടാ? രണ്ടും റേറ്റാ. അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, സോ മൂന്നാമത്തെ പണി നമ്മൾ ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് -dR/dt ഈക്വൽ ടു K എന്ന് കിട്ടി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ കേട്ടോ. ക്ലിയർ അല്ലേ? സോ -dR/dt ഈസ് ഈക്വൽ ടു K എന്ന് കിട്ടി. ഇനി ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത്, ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള Kനെ കണ്ടെത്താനായിട്ട് പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഇതാ ഈ -dt മിസ് അപ്പുറത്തേക്ക് എടുത്തു. അപ്പോൾ dR ഈസ് ഈക്വൽ ടു -kdt എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, ഇൻ്റഗ്രേഷൻ നമ്മൾ ചെയ്യാണ്. അപ്പോൾ ഇതാ ലിമിറ്റ് അപ്ലൈ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dR ലിമിറ്റ് ഏതാ? ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും നോക്കുക. R0യും RTയും ആണല്ലേ. അപ്പം മിസ് ഇവിടെ R0 കൊടുത്തു ആൻഡ് ഇവിടെ RT കൊടുത്തു ഈക്വൽ ടു -K. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് പുറത്തേക്ക് ഇടാം, കാരണം K എന്താടാ? കോൺസ്റ്റന്റ് അല്ലേ? യെസ്, കോൺസ്റ്റന്റ് ആണ്. അപ്പം -Kനെ ഞാൻ പുറത്തേക്ക് ഇട്ടു ആൻഡ് ഇന്റഗ്രൽ dt അല്ലെ? ഇന്റഗ്രൽ dt. അപ്പൊ ഇന്റഗ്രൽ dt കൊടുത്തു. ഇനി ലിമിറ്റ് കൊടുത്തോ? ലിമിറ്റ് എന്താ വരിക? ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റും കൊടുക്കുക. 0 to t അതല്ലേ നമ്മുടെ ടൈം? 0 to t. ക്ലിയർ? യെസ് മക്കളെ. അപ്പൊ ഇന്റഗ്രൽ dr എന്താ? ഇന്റഗ്രൽ dr എന്താ പറഞ്ഞേ? ഇന്റഗ്രൽ dx നമുക്കറിയാം x ആണ്. സോ ഇന്റഗ്രൽ dr എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് r ആയിരിക്കും ആണല്ലോ. യെസ് മക്കളെ, അപ്പൊ അതുകൊണ്ട് കൊടുത്തോ. ഇന്റഗ്രൽ dr എന്ന് പറഞ്ഞാൽ r ആണ്. അപ്പൊ മിസ് ഇവിടെ r എന്ന് കൊടുത്തു. ഇനി നമ്മുടെ ലിമിറ്റ് RT ആൻഡ് ഇവിടെ R0 കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു -K. ഇന്റഗ്രൽ dt എന്താടാ? ഇന്റഗ്രൽ dt വെറും t ആണ് വരിക അല്ലേ? സോ ഇന്റഗ്രൽ dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും t ആണ്. ലിമിറ്റ് കൊടുക്കുക 0 to t. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയാം നമ്മുടെ ബേസിക് മാത്സ് ആണ്, നമ്മുടെ ലിമിറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യണം. അപ്പർ ലിമിറ്റ് RT ആണ്, ലോവർ ലിമിറ്റ് R0 ആണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഈസ് ഈക്വൽ ടു -K. ഇവിടെയും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ t - 0 ദാറ്റ് ഈസ് t അല്ലെ? അപ്പൊ -KT എന്ന് കിട്ടും. ക്ലിയർ? ഇനി മക്കളെ ഇതിനെ നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പൊ ഇവിടുത്തെ മൈനസ് സൈഡ് അങ്ങോട്ട് പൊക്കോളും. അപ്പൊ എന്ത് വരൂടാ? R0 മൈനസ് RT എന്ന് പറഞ്ഞാൽ KT ആയി. R0 മൈനസ് RT എന്ന് പറഞ്ഞാൽ KT ആയി. ഇത്ര വരെ വളരെ സിമ്പിൾ അല്ലേ? യെസ്. അപ്പൊ R0
മൈനസ് ആർ ടി എന്ന് പറഞ്ഞാൽ കെ ടി ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റ് കെ എന്തായിരിക്കും? റേറ്റ് കോൺസ്റ്റന്റ് കെ ഇസ് ഈക്വൽ ടു സിമ്പിൾ ആയിട്ട് ഈ ടീനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ R0 മൈനസ് ആർ ടി ബൈ ടി അല്ലെ. കെ ഇസ് ഈക്വൽ ടു R0 മൈനസ് ആർ ടി ബൈ ടി. ഇതാണ് നമ്മുടെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. കിട്ടിക്കഴിഞ്ഞു. ഇന്റഗ്രേറ്റഡ് rate equation for zero order reaction. സെറ്റ് ആണോ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റേറ്റ് കോൺസ്റ്റന്റ് കാണാനുള്ള ആ ഒരു ഇക്വേഷൻ. മക്കൾ ഇപ്പം തന്നെ മനസ്സിലാക്കി പഠിച്ചു പോവാ. R0 മൈനസ് ആർ ടി ബൈ ടി ആണ് സീറോ ഓർഡറിൻ്റെ കേസിൽ കേട്ടോ. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാനായിട്ട് പറ്റും. സോ ആ ഗ്രാഫും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഗ്രാഫ് എന്തായിരിക്കും? ഈ ഒരു ഇക്വേഷനിൽ നിന്ന് y is equal to mx plus c എന്നുള്ള രീതിയിലേക്ക് നമുക്കിതിനെ കൊണ്ടുവന്നൂടെ? y is equal to mx plus c എന്നുള്ള രീതിയിൽ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? ആർ ടി ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് R0 എന്ന് ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം അല്ലേ. സി ഇത് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ പോലെയാണ്. y is equal to mx plus c പോലെയാണ് അല്ലേ. y is equal to mx plus c. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഉണ്ടോ, നോക്കിക്കോ. മിസ് ഇവിടെ ഗ്രാഫ് വരയ്ക്കാം. y ആക്സിസിൽ എന്ത് കൊടുക്കുക? y ആക്സിസിൽ ആർ ടി കൊടുക്കുക. x ആക്സിസിൽ ടൈം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്താ? മൈനസ് കെ അല്ലെ. സ്ലോപ്പ് മൈനസ് കെ ആണ്, നെഗറ്റീവ് സ്ലോപ്പ് ആണ്. അപ്പൊ ഇതാ നമുക്ക് നെഗറ്റീവ് സ്ലോപ്പ് ആണ് കിട്ടുക. ഇതെങ്ങനെ കൊടുക്കുക? നെഗറ്റീവ് സ്ലോപ്പ് ആണ്. അപ്പൊ സ്ലോപ്പ് എന്താടാ? നെഗറ്റീവ് സ്ലോപ്പ്, മൈനസ് കെ ആണ് സ്ലോപ്പ്. ഇനി y ഇന്റർസെപ്റ്റ്, ഈ ഒരു ലൈൻ y ആക്സിസിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് അതെന്താണ്? y ആക്സിസിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് y ഇന്റർസെപ്റ്റ് സി. അത് R0 ആണ്. അപ്പൊ അതും മിസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് R0 ആണ്. ക്ലിയർ? സോ ഇതാണ് നമ്മുടെ സീറോ ഓർഡർ റിയാക്ഷന്റെ ഗ്രാഫ്. സോ ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ചോദ്യം ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മക്കൾ നോട്ട് ചെയ്ത് വെക്കുക. സോ ഇതേപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് മിസ് വീണ്ടും വരും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.